പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. ഈ ബലിവേദിയിലാശാനാളം പകരൂ കരുണാസാഗരമേ. ആനന്ദം നിറയും മിഴികളിൽ ആശാദീപം തെളിയുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ നറുമലരുകൾ എന്നും വിരിയുന്നു. ഒരു മനമോടൊന്നായി അണയുന്നു. ഓ ആരാധന ഗീതം പാടുന്നു. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. ലോകത്തിൻ മോഹമുയർത്തും സ്വപ്നത്തിൻ ഗോപുരമെല്ലാം ഒന്നൊന്നായി മണ്ണിൽ തകരുമ്പോ, മനതാരിൽ നൊമ്പരമേറുമ്പോൾ ശാശ്വതമാം മോദം പകരും പ്രത്യാശാനാദവുമായി തിരുനാഥൻ ചാരത്തുണ്ടല്ലോ. ഒരു നാളും പിരിയാത്തവനല്ലോ. ആനന്ദം നിറയും മിഴികളിൽ ആശാദീപം തെളിയുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ നറുമലരുകൾ എന്നും വിരിയുന്നു. ഒരു മനമോടൊന്നായി അണയുന്നു. ഓ ആരാധന ഗീതം പാടുന്നു. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. സാന്ത്വനമായി മുന്നിൽ കരുതും സ്നേഹത്തിൻ കണ്ണികളെല്ലാം ഓരോന്നായി മഹിയിൽ കൊഴിയുമ്പോ, ശൂന്യതയാൽ ഉള്ളം പിടയുമ്പോൾ സ്നേഹിതനായി ജീവൻ വെടിയും ദൈവസുതൻ മിശിഹാനാഥൻ സാന്ത്വനമേകാനായി വരുമല്ലോ. ആത്മാവിൽ സൗഖ്യം തരുമല്ലോ. ആനന്ദം നിറയും മിഴികളിൽ ആശാദീപം തെളിയുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ നറുമലരുകൾ എന്നും വിരിയുന്നു. ഒരു മനമോടൊന്നായി അണയുന്നു. ഓ ആരാധന ഗീതം പാടുന്നു. പ്രപഞ്ചമാകെ തഴുകിയുണർത്താൻ അണയൂ പാവന ചൈതന്യമേ. ഈ ബലിവേദിയിലാശാനാളം പകരൂ കരുണാസാഗരമേ. ആനന്ദം നിറയും മിഴികളിൽ ആശാദീപം തെളിയുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ നറുമലരുകൾ എന്നും വിരിയുന്നു. ഒരു മനമോടൊന്നായി അണയുന്നു.
സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ അങ്ങയുടെ ഫലമായി ശരീരപ്പെട്ടവനാണ് പരിശുദ്ധ രാജ്യം വെള്ളം തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മതിയമേ നിനക്ക് സ്വസ്ഥികർത്താകുന്നു അങ്ങയുടെ ദുരത്തിൽ ഫലമായി മുതർന്നും പരിശുദ്ധ വീക്ഷിക്കാതെ നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നന്ദിവരെ നിത്യസഹായകനെ പകതാരിനുളവിന്റെ പനിനീരു തൂകിനി അവിരാമമൊഴുകി വരൂ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിന്ദീവനെ നിത്യസഹായകനെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഞങ്ങളുടെ ദാസരെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം വിവാഹം എന്ന കുദാശ സ്വീകരിക്കുവാൻ പോകുന്ന ഈ ഭവനത്തിൽ നിന്നും വിവാഹം എന്ന കുദാശ സ്വീകരിക്കുവാൻ പോകുന്ന ജനിയെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്നതിലൂടെ ഒരു പുതിയ കുടുംബത്തിന് രൂപം പ്രാപിക്കുമ്പോൾ സഭ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ സഭയുടെ മക്കളായിരിക്കുന്ന ഇവരെ കുടുംബജീവിതം ആരംഭിക്കുന്ന ഇന്നു മുതൽ അവസാന ശ്വാസം വരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇവരുടെ വിവാഹ ജീവിതം വിജയപ്രദമാക്കി തീർക്കുവാനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് നൽകണമേ. ഇവരുടെ മാതാപിതാക്കന്മാരെ ഇന്ന് വിവാഹിതരാകുവാൻ പോകുന്ന ഇവരുടെ രണ്ടു കൂട്ടരുടെയും മാതാപിതാക്കന്മാരെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വിളിയായിട്ട് ദൈവവിളിയുടെ ഫലമായിട്ട് നിയുക്തരായിരിക്കുന്ന ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇവരുടെ വിവാഹ കർമ്മങ്ങളും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് നടക്കുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഇവർക്ക് നൽകണമേ. ഇവരുടെ വിവാഹ ജീവിതം കൂടുതൽ വിജയപ്രദമായി തീരുമാനം ഇവരാരംഭിക്കുന്ന കുടുംബജീവിതത്തിലൂടെ അങ്ങേക്ക് വേണ്ടി ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുന്ന കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപാവരം അങ്ങ് ഇവർക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹിതയാകുവാൻ പോകുന്ന ജനിയെയും അങ്ങയുടെ തിരുക്കരങ്ങളിലെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ തിരുസന്നിധിയിലെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. ഇന്നത്തെ എല്ലാ പരിപാടികളും വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്നതിലൂടെ ഇതിന്റെ ഇന്ന് ഇവിടെ യാത്രയാകുമ്പോൾ മുതൽ അപകടരഹിതവും നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുവാനും സുരക്ഷിതമായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുവാനുള്ള കൃപ അങ്ങ് ഇവർക്ക് നൽകണമേ. അത്ഭുതങ്ങളിലൂടെയും അങ്ങയുടെ സാന്നിധ്യത്തിലൂടെയും
ഇന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയപ്രദമാക്കി തീർക്കുവാനായിട്ടും ഇവരുടെ ജീവിതത്തിലൂടെ കൂടുതൽ ദൈവാനുഭവങ്ങൾ ഉളവാകുവാനായിട്ടും ആ അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനായിട്ടും ഈ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതത്തെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നല്ലവനായി കാനായിലെ കല്യാണ വിരുന്നിലെ വെള്ളം വീഞ്ഞാക്കി അവിടെ നഷ്ടങ്ങളെ കുറവുകളുണ്ടായപ്പോൾ അമ്മയെ അന്ന് മാധ്യസ്ഥം അപേക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ഈ ഇന്നത്തെ കല്യാണ വേളയിൽ ഇവരുടെ കുറവുകൾക്കെല്ലാം പരിശുദ്ധ അമ്മയെ അന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ തന്നെ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. നന്മ തന്നെ മരത്തെ ഞങ്ങളുടെ എല്ലാ ഈ വിവാഹത്തിന്റെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായി നടക്കുവാനുള്ള കൃപാവരം അങ്ങ് നൽകിയവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും നീളം മാതാവേ. ശിക്ഷകയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. അരികിൽ വരേണേ അഭയം തരണേ, അരികിൽ വരേണേ അഭയം തരണേ. എൻ മാർഗമേ എൻ ജീവനേ, എൻ മാർഗമേ എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. അരികിൽ വരേണേ അഭയം തരണേ, എൻ മാർഗമേ എൻ ജീവനേ, എൻ മാർഗമേ എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. തേടി തേടി വന്നവൻ കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, ആകെ മോദമായി തേടി വന്നവൻ കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, എന്റെ നാഥൻ മനസ്സിൽ നിറയും ദൈവമേ, എന്നെ അറിയും ദൈവമേ. നായക നീ വരൂ ഏകിടാൻ പൂർണ്ണമായി, അരികിൽ വരേണേ അഭയം തരണേ. എൻ മാർഗമേ എൻ ജീവനേ, എൻ മാർഗമേ എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. പാടി പാടി വാഴ്ത്തുവാൻ വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപനെ, പാടി വാഴ്ത്തുവാൻ വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപ. രോഗങ്ങൾ അഖിലവും മാറുവാൻ എന്നിൽ വരണേ കരുണയായി ദൈവമേ. നീ വരൂ ഏകിടാൻ എന്നെ
അരികിൽ വരേണേ അഭയം തരണേ അരികിൽ വരേണേ അഭയം തരണേ എൻ മാർഗമേ എൻ ജീവനേ എൻ മാർഗമേ എൻ ജീവനേ എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ അരികിൽ വരേണേ അഭയം തരണേ എൻ മാർഗമേ എൻ ജീവനേ എൻ മാർഗമേ എൻ ജീവനേ എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ ദൈവമേ ദൈവമേ
അഖില ചരാചര കർത്താവാം അനുപമ നന്മ സ്വരൂപനെ ഞാൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ശബ്ദമുയർത്തി നമിക്കുന്നു. അഖില ചരാചര കർത്താവാം അനുപമ നന്മ സ്വരൂപനെ ഞാൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ശബ്ദമുയർത്തി നമിക്കുന്നു. ജന്മദിനം തൊട്ടിന്നുവരെ ജീവിത പാതയിലുടനീളം ജന്മദിനം തൊട്ടിന്നുവരെ ജീവിത പാതയിലുടനീളം കൂടെ നടന്നു സഹായിച്ചു സാന്ത്വനമേകി സസ്നേഹം. കൂടെ നടന്നു സഹായിച്ചു സാന്ത്വനമേകി സസ്നേഹം. അഖില ചരാചര കർത്താവാം അനുപമ നന്മ സ്വരൂപനെ ഞാൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ശബ്ദമുയർത്തി നമിക്കുന്നു. പരതി നടക്കുമ്പോൾ ആകുല ചിന്തകൾ ഉയരുമ്പോൾ ഇരുളിൽ പരതി നടക്കുമ്പോൾ ആകുല ചിന്തകൾ ഉയരുമ്പോൾ ആശ്രയമില്ലാതുഴലുമ്പോൾ നിൻകരമേകി നയിക്കണമേ. ആശ്രയമില്ലാതുഴലുമ്പോൾ നിൻകരമേകി നയിക്കണമേ. അഖില ചരാചര കർത്താവാം അനുപമ നന്മ സ്വരൂപനെ ഞാൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ശബ്ദമുയർത്തി നമിക്കുന്നു. അന്തിമ നാൾ വരെ അനുനിമിഷം താവക കരുണകൾ പാടാനും അന്തിമ നാൾ വരെ അനുനിമിഷം താവക കരുണകൾ പാടാനും നന്ദി പറഞ്ഞു സ്തുതിക്കാനും എന്നധരങ്ങൾ തുറക്കണമേ. നന്ദി പറഞ്ഞു സ്തുതിക്കാനും എന്നധരങ്ങൾ തുറക്കണമേ. അഖില ചരാചര കർത്താവാം അനുപമ നന്മ സ്വരൂപനെ ഞാൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ശബ്ദമുയർത്തി നമിക്കുന്നു. അഖില ചരാചര കർത്താവാം അനുപമ നന്മ സ്വരൂപനെ ഞാൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ശബ്ദമുയർത്തി നമിക്കുന്നു.
അങ്ങയുടെ കൽപ്പന പാലിച്ച മാതൃകപരമാചരിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാനുകളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യവൃതം നന്മയ്ക്ക് വേണ്ടി ഈ കുദാശയുഗത്തിന് പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രിയെ സമേതനാട്ടിയായി തിരഞ്ഞെടുത്തു വലിയൊരു കാഴ്ചകൾ സന്ദർശിക്കും തോഴികളായ കന്യകമാരെ അനുഗമിക്കും. അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നൽകുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും ശ്രേഷ്ഠാപമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാന്തയ്ക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്നതിനെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാനിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവ
ഞങ്ങളോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ സർവ്വനായ വസിക്കുന്നവരുടെ സ്വയനായ പരിപാടികൾ സകല നന്മകളുടെ സൗഭാഗ്യങ്ങളെ ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ സുവിശേഷം പരീക്ഷിക്കുവാൻ ചോദിച്ചു. ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് മാനസികമാണ്. അവൻ അവരോട് ചോദിച്ചു, മോശം നിങ്ങളോട് കൽപ്പിച്ചത് എന്താണ്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശം ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് അത് ചെയ്തു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശം നിങ്ങൾക്ക് വേണ്ടി ഈ കൽപ്പന എഴുതിയത്. ആദ്യം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അക്കാലത്തായ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേരും. അവരിരുവരും ഒരു ശരീരമാകും. പിന്നീട് അവർ രണ്ടെല്ലാവരും ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സഭയിൽ സന്തോഷിക്കുന്ന സുസ്ഥിരമാണ്. മോനടുത്ത് നിൽക്കുന്നവർ ഒന്നിലെ പഠിക്കാത്ത ജന്മം കൊള്ളുകയും സഭയുടെ അടിസ്ഥാന ഘടകമായ ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിക്കുന്ന കുടുംബം അല്പനിമിഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉദയം ചെയ്യുകയാണ്. ആ കുടുംബത്തിന് എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നവരെ തോന്നുന്നു ഇപ്രകാരം ചെയ്ത ശേഷമാണ് എന്ന് ഞാൻ കരുതുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്തുതി ചൊല്ലി, മാതാപിതാക്കൾക്ക് കാരണന്മാർക്ക് ഓരോരുത്തർക്ക് സ്തുതി ചൊല്ലിയ ശേഷമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് ഈ സ്തുതി ചൊല്ലലിൻ്റെ അർത്ഥം? നന്ദി ഹൃദയത്തോടെ തിരുക്കുടുംബത്തിൻ്റെ
എൻ്റെ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ സ്തുതി ചെയ്യുമ്പം തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇത്രയും നാൾ തന്നെ പഠിപ്പിച്ചു വളർത്തിയ അവരുടെ മാതൃകകൾ നീ സ്വീകരിച്ചതിൻ്റെ പകുതി ആ സ്തുതിചലിലൂടെ നീ തിരിച്ചു കൊടുക്കുകയാണ്. ബാക്കി പകുതിയുമായിട്ടാണ് നീ ആൾക്കാരിലേക്ക് കടന്നു വന്നിരിക്കുക. അങ്ങനെ വന്നിരിക്കുന്ന രണ്ടുപേരും അല്പ നിമിഷങ്ങൾക്ക് ശേഷം കൈപിടിച്ച് തരുമ്പോൾ നിങ്ങൾ ഒന്നായിത്തീരുകയും ആ പകുതി രണ്ടും കൂടെ ഒന്ന് ചേർത്തുകൊണ്ട് പുതിയൊരു കുടുംബം, പുതിയൊരു രൂപം നമ്മൾ നൽകുകയും ആ ഒരു അർത്ഥത്തിലാണ് നാം ഒരു പ്രധാന ചടങ്ങിന് മുമ്പ് ഒരു ജീവിതാന്തസ്സിലേക്ക് നമ്മൾ സ്തുതി ചെല്ലുന്നത്. ഇപ്രകാരം മാധ്യമൻ അന്നമേ കടന്നു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഒത്തിരി എല്ലാ സ്വപ്നങ്ങളും നെയ്തെടുത്തുകൊണ്ടാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുക. അതെല്ലാം മാറ്റിവെക്കണമെന്ന് സ്നേഹം ആവശ്യപ്പെടുകയാണ്. കാരണം സ്വപ്ന ലോകത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അത് മനസ്സിലാകുവാൻ, അത് കൂടുതൽ ബോധ്യമാകുവാൻ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ദൈവം എന്തുമാത്രം നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നോ അത്രമാത്രം നിങ്ങളുടെ കുടുംബം വിശുദ്ധി നിറഞ്ഞു നിൽക്കും. നസസിലെ തിരുക്കുടുംബം പോലെയാകും. ഇന്നു മുതൽ മരണം വരെ എന്നാണ് നമ്മൾ പ്രതിജ്ഞ ചൊല്ലുക. ആ ഇന്നു മുതൽ മരണം വരെയുള്ള നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം അത് 4 കാര്യത്തിലെ പൂർത്തീകരണം ആകണം. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ നേരുവാനും അനുഗ്രഹം വർഷിക്കുവാനുമാണ്. നിങ്ങളുടെ ജീവിതത്തെ പരസ്പരമുള്ള ബഹുമാനവും പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള സ്നേഹവും അതിൽ നിന്ന് ഉരുത്തിരുന്ന സ്വയം ധാനവും അങ്ങനെ ഒരു സ്ലിഹ പറഞ്ഞത് അവരിനി ഒരു ശരീരമായി തീരുക എന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു കേട്ടത്. അങ്ങനെ ഒന്നായിത്തീരുന്ന ആ അവസരത്തിന് വേണ്ടി ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് നിങ്ങൾ ഒന്നായിത്തീരുക. മരണം വരെ വേർപിരിയാതെ ജീവിക്കുക. ഇത്രയും നാളും അന്നമ്മ സെന്റ് തോമസിന്റെ മകളായി ഇന്ന് മുതൽ അത്ഭുത പ്രവർത്തകനായ ഗ്രിഗരിയുടെ മകളായി തീരുകയാണ്. നീ ഭവനത്തിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പക്ഷേ നിന്റെ അമ്മയും അപ്പനും ഇപ്രകാരം നിന്നെ അനുഗ്രഹിച്ച് വിട്ടുവിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഭവത്തിന്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവം, കൊച്ചുതോബിയാസിന്റെ വിവാഹത്തിന് ശേഷം സ്വന്തം ഭവനത്തിൽ തിരിച്ചു പോകുന്ന അവസരത്തിൽ റഹൂബയിലെ ഭവനത്തിനോട് പറയുന്ന ഇപ്രകാരമാണ്. മരുമകനെ വിളിച്ചുകൊണ്ട് അമ്മായിപ്പം പറയുന്നത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ണുനീര് കുടിപ്പിച്ചിട്ടില്ല. നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് എന്നും നിന്നെപ്പറ്റി നല്ലത് കേൾക്കുവാൻ ആയിരിക്കണം ഞങ്ങൾക്കിട വരേണ്ടത് എന്ന് അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും എത്തുന്ന സാറായോട് പറയുന്ന അമ്മ മകളോട് പറയുന്നത് മറ്റൊരു വചനമാണ്. അവൾ മകളെ വിളിച്ച പ്രകാരം പറയുന്നു, അല്ലയോ പ്രിയപുത്രി, ഇന്ന് വരെയും നിന്റെ മാതാപിതാക്കൾ ഞങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ നിന്റെ മാതാപിതാക്കൾ തോബിത്തിൻ്റെ അപ്പനും അമ്മയും നിന്റെ മാതാപിതാക്കളാണ്. നീ എങ്ങനെ തോബിത്തി പ്രകാരം മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്തിയ ശേഷം പറയുന്ന പ്രകാരമാണ്, സത്യദൈവമായി ആക്കിയവേ ചെടികാഭിലാഷത്താലല്ല നിർമ്മലമായ പ്രേമത്താലാണ് ഞാൻ ഇവിടെ സ്വീകരിക്കുക. നീ എനിക്ക് തന്നിരിക്കുന്ന ഇവിടെ വാർദ്ധക്യം വരെ ഒന്നായി തീരുവാനും പങ്കുവയ്ക്കുവാനും സ്നേഹിക്കുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. അതിനുത്തരം നമ്മുടെ പിതാവ് തോമസ്ലിഹനായിരുന്നു എലിസാബിനെ ഇന്ന് മുതൽ വിശ്വത്തിലൂടെ ഒന്നായി തീരുകയാണ്. അതിയായി നല്ല കുടുംബിയായി ഇടവകീരുവാൻ ഈ വിശുദ്ധ മധ്യസ്ഥനായിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ഇടവകയിലേക്ക് ശാപമായി സ്വാഗതം ചെയ്യുകയും വിവാഹത്തിൻ്റെ ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്ന പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ
ആദ്യ പുരുഷജീവിത സഖീയം നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്തകമാകാൻ ആഗ്രഹിക്കുന്ന പ്രിയസ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദാശയോട് പരികരം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി പിതാവ് പരിശുദ്ധാത്മാവുമായ ശ്രമിക്കും. നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടെ മാത്രമേ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർന്നിരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബത്തിൽ നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി സ്നേഹത്തിലും വിശ്വാസതയും ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി നല്ല അഭ്യതമായ സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വസ്തകളിൽ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇത് മുതിർന്നതായിരിക്കുന്ന കുരിശിവക ശക്തികളുടെ ഇതിവരുടെ വിശുദ്ധനടയാളമായിരിക്കുകയും ചെയ്യട്ടെ. പരസ്പരമണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, പരിശുദ്ധമ്മയുടെ നാമത്തിൽ ഇവർക്ക് നൽകുന്ന ഈ ജപമാല ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണം. അതിൽ കൂടുതൽ കൃപ ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. കൃപാവർത്തന അനശ്വരവസ്തുത മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർന്നയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച് കർത്താവെ ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. So
രോഗത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവർ നിങ്ങളെ സമ്പന്നരാകട്ടെ. സംരക്ഷകരമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവർ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നത് അവരെ വിശുദ്ധിയുടെ മാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും പ്രവചനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവരുടെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Oh
ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധകന്യകാമറിയുടെ നായകനായ മാനവത്തിന്റെ മധ്യസ്ഥതയും ഇവിടെ കുടുംബത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധതയും പ്രാർത്ഥനയും ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥാന്തിക്കും അനന്തമായ ശ്രേത പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുന്നവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവനായ ദൈവമായിട്ടവരാകട്ടെ. വിവാഹമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രതികരവുമായ സജീവബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാനേ കുദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുന്ന നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണമറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ ഞങ്ങളെയും ഈ തീർക്കുന്ന ഭംഗിയാകുന്നവരെല്ലാവരുടെയും ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇവിടെ ശരിയായിരിക്കും ഒപ്പിടേണ്ട.